അപ്പോളേ ഞമ്മക്ക് പുതിയ ഒരു വേട്ടോനെ കണ്ടോക്കാം. പുതിയ ഒരു വേട്ടോൻ വന്നത് ഇതാ പറഞ്ഞത്. ഇവര് എല്ലാ നിലപാട് ഈ രാഷ്ട്രീയത്തിലെ നിലപാട് വരിക നിങ്ങൾ കേട്ടില്ലേ? നിലപാടുണ്ട് ചോദിച്ചു നോക്കുമ്പോ എല്ലാവർക്കും തിരിഞ്ഞിക്കണം വരെ തരികടേ. അപ്പൊ ചാനലേരി എന്നിട്ട് ചോദിച്ചു എന്താ നിലപാട്? ഞങ്ങളെ നിലപാട് ഞങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കാ വോട്ട് ചെയ്ത്? പരസ്യമായി ഞങ്ങൾ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അപ്പൊ എന്നാലും ആർക്കാ വോട്ട് ചെയ്ത്? അത് നമ്മൾ 4-ാം തീയതിക്ക് ശേഷം പറയും. ഉളുപ്പുണ്ടായ ചങ്ങായിമാരെ ഞങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നു എന്താ ജയിച്ച പാർട്ടി സിന്ദാബാ. ഇതാ വരെ പരിപാടി. ആരാ? നമ്മളെ മറ്റാള് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസ് മീറ്റിൽ പറയാ ഞാൻ 19-ാം തീയതി അമേരിക്കയിലേക്ക് പോകണം. എന്നാ കൂട്ടത്തിൽ ഇതും പറയാ 4-ാം തീയതിക്ക് ശേഷം പറയും. അപ്പൊ മറ്റാള് ബിസിനസ്മാൻ മൂപ്പരും പറയാ. ഇതെല്ലാരും കൂടി ഇത്തിഫാക്കായിട്ടുള്ള തീരുമാനം. ആര് ചോദിച്ചാലും ഇങ്ങനെ മറുപടി അറിഞ്ഞാൽ മതിയിട്ട് വന്നു. ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാർക്ക് മുഴുവനും നിങ്ങളെ ഈ തരികട തിരിയും ചെയ്തിട്ട് നേരട്ടത്താപ്പ്. അതല്ലേ മറ്റാള് പറഞ്ഞ എല്ലാത്തക്കും അമ്മായി ആകരുതേ. നിങ്ങൾ അങ്ങനെ ആകല്ലെന്ന്. ആണാണെങ്കി ആണ് എന്ന് പറ, പെണ്ണാണെങ്കി പെണ്ണ് എന്ന് പറയാ. ആണും പെണ്ണും അല്ലാത്ത നപുംസകതയും സ്വീകരിക്കല്ലേ മുസ്ലിം ജമാഅത്തുകാരെ, കാന്തപുരം സമസ്തക്കാരെ. പണ്ഡിതന്മാരെ നിലപാട് നോക്കി നടക്കുക. ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് ഈ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അന്റമാര് രാഷ്ട്രീയക്കാരെ മൂട് താങ്ങേണ്ട ഒരു ഗതികളില്ല. അനക്ക് 10 ആളെ കിട്ടാൻ അത് വേണ്ടി വരും. കാന്തപുരത്തിന് അത് വേണ്ട. അത് മനസ്സിലാക്കിക്കാം. അനക്ക് മാക്സിമം സെറ്റ് ആക്കാൻ പറ്റിയ എത്രയാണ്? എന്റെ ബാക്കിൽ കുത്തിരിക്കുന്ന 5-8 മൂല്യന്മാര്, മുന്നിൽ കുത്തിരിക്കുന്ന 100-200 ആൾക്കാർ. അതല്ലേ അനക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇജ് കാന്തപുരത്തിനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയണോ അയാൾക്ക് സെറ്റ് ആക്കാൻ പറ്റിയ ആൾക്കാർ എത്ര ഉണ്ട് എന്നല്ലേ? എന്നിട്ട് അയാളെ കുതിര ഇജ് വെല്ലുവിളിക്കണ്. നിലപാടില്ലാത്ത കാന്തപുരം സമസ്തക്കാരെ ഈ ഇന്ത്യ രാജ്യത്ത് മാത്രല്ല ഈ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ് കാന്തപുരം. അയാൾ ഇജ്ജ് കരുതി ഇട്ടാവട്ട് തിന്നുകാണ്ട് 4 രാഷ്ട്രീയക്കാരെ മൂട് താങ്ങിയാലേ അയാളെ കാര്യം നടക്കുന്നുള്ളൂ എന്ന് അയാളെ നിലപാടിനെ വെല്ലുവിളിക്കുകയാണ്. ദീനിന്റെ കാര്യത്തിൽ കാന്തപുരം ഉസ്താദ് ഇവിടെ അത്രത്തോളം മുസ്താക്കന്മാരുണ്ടാക്കിയിട്ടുണ്ട്, അത്രത്തോളം പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉസ്താദിന്റെ കഴിവ് തന്നെയാണ്. കാന്തപുരത്തിലൂടെ ഇസ്ലാം പറയാന്, മതം പറയാന് അന്നെ പോലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ മൂട് താങ്ങി നടക്കേണ്ട ഒരു ഗതികേടൊന്നും അയാൾക്കില്ല. അത് മനസ്സിലാക്കുക. നേരം വെളുത്തുകാണ്ടുണ്ടല്ല പെരീന്ന് ഇന്നെന്ത് കാന്തപുരത്തിനെ പറയണം എന്ന് എന്റെ ഏതോ ഔലിയാക്കളുണ്ടാവും. ഏത് ഈ അന്തം വിട്ട കുറച്ച് ഔലിന്റെ പേ കറച്ച് നടക്കുക. ഓലടുത്ത് പോയി ക്ലാസ് പഠിച്ച് വന്നുകാണ്ട് സ്റ്റേജിമ കയറിയാണ്ട് പറയുന്ന പറച്ചിലുണ്ടല്ലോ, അതിനുള്ള നല്ല കാന്തപുരം. അത് മനസ്സിലാക്കിക്കോ. ഇറ്റും തന്നെ ഈ കാന്തപുരത്തിന്റെ അവിടെ പോയിട്ട് പാളർച്ച മുണിങ്ങി അവിടെ കിട്ടുന്നത് മുഴുവൻ നാക്കി നടന്ന് മൂല്യാരായി തന്നെയാണ്. അതല്ലാതെ ഇച്ചൊരു ഒറ്റടിക്ക് വന്നോന്നല്ല. അന്നൊക്കെ ഒറിജിനാലിറ്റി പേരിട്ട് വിളിക്ക ചേറ്റാന്നാ വിളിക്കണ്ടേ. അതല്ലാതെ അന്നൊക്കെ ആ തലീക്കെട്ട് വെച്ച് വേറെ വല്ല പഠിക്ക് പോയാൽ കഴിയും. അതല്ലാതെ ഇച്ച് ഒലത്തി ഈ ദീം പറയാൻ നടക്കല്ലേ. ഉളുപ്പുണ്ടാക്കിയ എനക്ക് ഉസറും കൂടി ഉണ്ടോ?